ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മളെവിടെ വന്നാ പറയും? ഞങ്ങൾ ഇന്ന് വരുന്നത് ഫെറിങ് കൺട്രി സൈഡ് സെൻറ്റർ. ഓക്കെ, സെൻറ്റർ. അത് എവിടെയെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ എനിക്കറിയില്ല സ്ഥലം, ഞാൻ വന്നിട്ടില്ല. അറിയാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട്, ഇന്ന് വർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇത് വീടിൻ്റെ കുറച്ച് പോയിട്ടില്ലേ, കുറച്ച് ദൂരമുള്ളൂ. പിന്നെ അപ്പം ഞങ്ങൾ ഇറങ്ങിയതാ വെറുതെ. അവിടെ പോയിട്ട് എല്ലാ സാധനവും കാണിച്ചിട്ടോ. ഞങ്ങൾ ബസ്സിൽ നിന്ന് വീടെടുക്കാൻ വിചാരിച്ചിരുന്നു, പക്ഷെ അവിടുന്ന് എന്നുള്ള പോലെ തന്നെ ഞങ്ങൾക്ക് വീടെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഇനി കുറച്ച് നടക്കാണ്ട്. അവിടേക്ക് എത്ര നടക്കാണ്ട്? 10 മിനിറ്റ് നടക്കാണ്ട്. അപ്പൊ ഞങ്ങള് നടക്കുന്നതിന് വഴിയിൽ ഇപ്പൊ വീഡിയോ എടുത്താണ്. അപ്പൊ കാശ് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതല്ല സ്ഥലം, ഇതല്ല സ്ഥലം. നമ്മൾ കയറാൻ പോകുന്നത് എന്തൊക്കെ ഉണ്ട് നമുക്കറിയില്ല, നമുക്ക് നോക്കാം. പുതിയതാ വാണി നമുക്ക് ഉള്ളിൽ ഇങ്ങനെ തിരിക. പക്ഷെ ഞങ്ങൾ വന്നപ്പോ തന്നെ ഇതാ ഈ 3 ആൾക്കാരാണ് ഞങ്ങൾ. ഡ്രസ് നൈസ് ആയിട്ടുണ്ട്. എന്താ ചെയ്യാ, എന്റെ അപ്പൂപ്പനാ. സ്ഥലം നോക്ക, ഇതാണ് ഫാം. ഇത് ഞാൻ ഫാമാണ്, പട്ടിയും പൂച്ചയും ഇതൊക്കെ ഇതൊക്കെ ഉണ്ട്. മൊത്തം പൂക്കൾ ഇതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ആണോ? ഇതൊക്കെ റോഡ് സൈഡിൽ ഉണ്ടാവുന്നുണ്ടല്ലോ. റോഡ് സൈഡിലൊക്കെ ഇവിടെ പൈസ എടുത്ത് വാങ്ങിക്കണല്ലേ. അതല്ല ഇവിടെ റോഡ് സൈഡ് പറിക്കാൻ എന്താണ് മല്ലിക? അല്ല, മല്ലിക അറിയാലോ ഇതിന്. മല്ലിക, ജമന്തി അല്ല, അങ്ങനത്തെ സാധനം. ഇംഗ്ലീഷ് എന്താ? ആഫ്രിക്കൻ മരിഗോൾഡ്. ആഫ്രിക്കൻ മരിഗോൾഡോ? ഓ മൈ ഗോഡ്, നമ്മുടെ നാട്ടിലിപ്പോ ആഫ്രിക്കൻ മരിഗോൾഡ്. ചട്ടിയില് പൂവ്. അപ്പൊ ഇവിടെ മൊത്തം പൂക്കളാണ്. ഇത് അവിടെ കാണിച്ചോട്. ഈ ഇവിടെ മൊത്തം പൂക്കളാണ്. ആർക്കെങ്കിലും പൂ വേണം എന്നുണ്ടെങ്കിൽ ഞങ്ങക്ക് DM ഓഫർ ഉണ്ട്. ബാസ്കറ്റ് പ്ലാന്റ് എത്ര? 15 കൊണ്ടിന്. അതെ, 15 കൊണ്ടിന് 1500 രൂപ, അല്ലെങ്കിൽ 10 എണ്ണം 1700 രൂപ. ആർക്കെങ്കിലും ഇതിൽ പൂ വേണമെന്നുണ്ടെങ്കിൽ DM അയക്കൂ. സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ 190 അല്ലേ? അതെ, നല്ല ചെടിയാണ്. ഇവിടൊക്കെ രസമുണ്ട് കേട്ടോ, ചെടിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊന്നും രസമല്ല, ഇതൊക്കെ രസമുണ്ട്. എനിക്കൊന്നും വേണ്ട. ഇത് പ്ലാസ്റ്റിക് അല്ല, ഒറിജിനലാ. ഇതൊക്കെ ഒറിജിനൽ അല്ലേ? ഇത് ഇവിടുത്തെ ഒരു ഷോപ്പാട്ടോ. ഇതൊക്കെ എന്താ? ഇവിടെ ഫാമിലൊന്നുമില്ല, അവിടെ പണിയെടുക്കണമെങ്കിലോ. ഓ, ഇത് പാർക്കാ, കുട്ടികളെ പാർക്കാ? പാർക്കല്ല, ഈ ഫാമിലി ആയിട്ടാണ് ആൾക്കാരൊക്കെ വരിക. ഫാമിലി ആയിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളും സ്ഥലവും. കഫേ, മറ്റേത് കഫേയാണ് അപ്പുറത്തുള്ളത്. എല്ലാം ഉണ്ട്. പറ എവിടെ തത്തയുടെ? ഇവിടെ മേലെ തത്ത. അതിന് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിരിക്കണേ. കിവി, ആപ്പിൾ, പിന്നെ ക്യാബേജ് ആണോ മറ്റേതാണ്? ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ പരുന്ത്. പരുന്തിന് ഞാൻ ഇവിടെ പിടിച്ച ഇനി നമ്മൾ പോകുന്നത് ആട് പിന്നെന്താ? പശുല്ല, കുതിരണ്ട്. ഇത് നമ്മള് മറ്റേ അല്ല, കൊച്ചു ടിവിയിലൊക്കെ കാണുന്ന ആടല്ലത്. നോക്കട്ടെ ആടിന്റെ ശരിക്കട്. ഇങ്ങോട്ട് നോക്കിയാ ഞങ്ങളൊന്ന് വന്നിട്ട് നോക്ക. അതിൽ എന്താ ചെരുമ കുത്തിയണേ? ഇൻഷുറൻസ് ആകെ. ആടിനൊക്കെ വീടൊക്കെ നോക്കാം. ഓ, കൊട്ടാരം എന്തല്ലേ? നമ്മൾ തിരിഞ്ഞോക്കിയോടെ, നമ്മൾ കേട്ടിട്ട് ഇവിടെ വരെ വന്നിട്ട് ഈ വെയിലത്ത്
ഇവിടുന്ന് കാണാം. The foreign countries please do not feed the animals. ഞങ്ങൾ ഫീഡ് ചെയ്യണമെന്നില്ല. പിന്നെ ഇവിടെ എഴുതിച്ചിട്ടുണ്ട് അതിനെ പറ്റി. അവർ ആഫ്രിക്കൻ പിഗ്മി ഗോൺസ് ആർ മിനിയേച്ചർ സൈസ്. ഇതാണ് ആട്, ഗോട്ട് പറയുന്ന സാധനം. നമ്മുടെ നാട്ടിലെ ആടാണ്. നിങ്ങൾക്ക് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഞങ്ങൾക്ക് ഇല്ല. ഫീഡ് ചെയ്യാനൊന്നുമില്ല. ഇല എടുത്ത് കൊടുക്കാം, നിലത്തിടങ്ങണല്ല. ഇന്ന് എടുത്ത് കൊടുത്താലോ? ഇന്ത്യയിലാണ് കറക്റ്റ് ഉണ്ട് കേട്ടോ. നോക്ക അങ്ങോട്ടൊക്കെ ചിരിച്ച ഈ സാധനം കുട്ടി പാവുണ്ട്, പശുവിടെ വെയിലത്ത് കൊയങ്ങീണ്. അതിനെ വന്ന് നിന്നത് നമ്മളിങ്ങനെ തലോടി കൊടുക്കാനേ. ആണോ? പാവലേ. അതിന്റെ കഴുത്തിന്റെ താഴെ നോക്ക്, രണ്ട് തൂങ്ങലോക്ക്. അതെന്താ? എന്താണ് പേര്? ഓയ് എല്ലാവർക്കും പേരൊക്കെ ഉണ്ട് ഇവിടെ. എന്താണ് പേരെന്താണ്? ആ കുട്ടി ഇങ്ങനെ നോക്കിയാണ് പച്ചോടെ എന്തെങ്കിലും കാട്ടത്. കടിക്കും ചിലപ്പോ. ആണോ? ഞങ്ങൾ രണ്ടാളും സെയിം കളർ. വൈറ്റും ബ്ലാക്കും. തൊപ്പി അടിച്ചെടുത്തോളാം. തൊപ്പി ഇങ്ങോട്ട് നോക്കിയജി, ഇങ്ങോട്ട് നോക്ക്. ബാക്കിയുള്ളവരാണ് മൈൻഡ് ചെയ്യണല്ല. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ട് വരണ്ടേ, എൻ്റെ അടുത്ത് വന്നാലും അങ്ങോട്ടൊക്കെ മുണ്ടുള്ളൂ. അതിനിപ്പം നമ്മൾ പേരിട്ട് കൊടുക്കാം. പാവുണ്ട്, എന്തായാലും എൻ്റെ അടുത്ത് വന്നല്ലേ. ഇത് അടുത്ത് വരുന്നു. ഇങ്ങനെ വരുന്ന ചെറിച്ചതാ. അല്ലെങ്കിൽ എല്ലാം നമ്മളെ കാണുമ്പോ ഒക്കെ മണ്ടലല്ലേ എല്ലാരും അല്ലേ? ഈ ഇവലൊക്കെ നമ്മളെ സൂലൊക്കെ പോകുമ്പോ നമ്മള് വരുമ്പോഴത്തേനാണ് മണ്ടും ഒക്കെ. ഇതൊക്കെ അടുത്തേക്ക് വരുന്നോക്കാ. ഇതിന്റെ ഇതൊക്കെ സൂ അല്ല ഉദ്ദേശിച്ച, ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലം. അല്ലെങ്കിൽ ഇങ്ങനൊക്കെ വരുമ്പോ മണ്ടലല്ലേ ചെയ്യല്. വെയിലൊക്കെ കൊള്ളണില്ല. നിങ്ങൾക്കൊക്കെ തൊപ്പിയാണ്ട് മക്കളെ. എന്താ ചെയ്യണ ഇവിടെ? എന്താ പരിപാടി? ഞാൻ പോവച്ച് മതിയായി. കുട്ടിയാണ് വെച്ചോടെ. എന്റെ പേരെന്താണ്? പഞ്ഞാണി. ഇതിന് കുറച്ച് താടി കുറേ ഉണ്ട് കേട്ടോ. നോക്കിയാ അതിന് കുറച്ച് താടിയാണ്. ഇത് നല്ല താടിയുണ്ട്. ഇങ്ങനെ വെക്കുമ്പോഴേ ഇജാ കൂട്ടരുള്ളതെന്ന് തോന്നുന്നു. എനിക്ക് താടില്ലല്ലോ. താടില്ലല്ലോ. ഇത് മതിയോ? ഇതെന്ത് സാധനം അറിയില്ല. കണ്ണടച്ച് നിക്കണൊക്കെ പാവലേ. ഒന്നാറ് കാട്ടിയത് ഞങ്ങളെ കുട്ടിയാട് പറ്റോടെ. ഞങ്ങളെ ചുണ്ടനാണ്. നമുക്ക് വേറെ എന്തിനാ കാണണ്ടേ? പോവാട്ടെ. ബൈ, ലവ് യു. ടാറ്റാ. ലവ് യു. കയ്യൊന്ന് മണത്ത് വെക്കാം. മണത്ത് വെച്ചു വെറുതെ. കുഴപ്പമൊന്നുമില്ല. ഞാൻ ഹാൻഡ് ക്രീമിന്റെ കാണാൻ തന്നെ. താറാവ് നിൽക്കണേ. ആ താറാവിന്റെ കുളവും ആ നിക്കണ അതും വീടും ഒക്കെ നല്ല ഭംഗി കാണാനല്ലേ. മൊത്തം വീടും ഒക്കെ സെറ്റപ്പാണ് അവൾക്ക്. ആ താറാവിന്റെ അപ്പുറത്തേക്ക് കാണുന്നുണ്ടോ? അപ്പുറത്ത് ഇവിടെ നോക്കിയാ കുട്ടികള് കളിക്കണേ. കുട്ടികള് മാത്രല്ല, അതിന്റെ പാക്കണ് അതിന്റെ അച്ഛനും കളിക്കണേ. ആ കുട്ടി ഇരിക്കണൊക്കെ അതിരക്കില്ലേ. അച്ഛനൊക്കെ കളിക്കണല്ലേ. ആണല്ലേ. ഇതെന്താണ്? ഇതെന്താ മനസ്സിലാവണില്ല. എന്താണത്? ഇതുമ്മ ബോർഡൊന്നുമില്ല. ബോർഡൊക്കെ ഉണ്ട്. നല്ല മറ്റേ ഗിനിപ്പന്നായിരുന്നു സാധനല്ലേ. ഞുണുങ്ങ്. അതിനെടുക്കാൻ പറ്റുമോ? എടുത്ത് അങ്ങോട്ട് വന്നാൽ എടുക്കാൻ പറ്റും. രസമല്ലേ എന്നെ കാണാൻ? ഞാൻ പറഞ്ഞ നമുക്ക് ഇവിടെ രസമല്ലേ, ഇഷ്ടാവൂലേ? അങ്ങോട്ട് വരണ്ടെന്ന് ചെയ്യുന്നു. അതിനൊക്കെ കൈ കിട്ടിയാന്ന് എടുക്കാനില്ലേ. നല്ല രസമൊക്കെ ഒക്കെ അവിടെ കുത്തിപ്പൊറി നിൽക്കുക. ഇങ്ങോട്ട് വാ. ഓല് പുല്ലല്ലേ തിന്നണ്. ഇപ്പുറത്തെന്താ?
ഇപ്പുറത്തും തന്നെ ഇപ്പുറത്തും അതിന്റെ കുറച്ച് വലുതോ ആ അത് കൊറേ ചെറുതല്ലേ അതിന്റെ മുഖവും ഇതിന്റെ മുഖം വ്യത്യാസം ഉണ്ടല്ലോ അത് കൊറേ ഇങ്ങനല്ലേ ഇതിന്റെ നോക്കാം അതല്ല അതിനുണ്ട് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോണേ ഏത് അതിന് കിടക്കാൻ വേണ്ടിയിട്ടായിരിക്കും മരത്തിന്റെ സാധനമാണല്ലോ റെഡി ആണോ അടുത്ത സാധനം കാണാൻ എന്താ തൊടാൻ നിക്കണ്ടോ ആറാമാണ് സാധനം ഇതാണ് പന്നി ഇതിന്റെ അപ്പുറത്തോളം കിടക്കണോ ഇവിടെ കണ്ടോ കണ്ടിന്ന് വെച്ച് വെട്ടിട്ട് വായക്കണ്ട് പോലെ കിടക്കുന്നേ അതിന്റെ വീട് നോക്കിയാ കടിച്ചുവോ അറിയില്ല എന്തായാലും ഈ ഭാഗത്തേ തൊടണ്ട ഇവിടെയും തൊടണ്ട കേട്ടോ സോറി അല്ലെങ്കിൽ തൊടായിരുന്നു ഉണ്ടോ എങ്ങനെയുണ്ട് ജാതയായിട്ടാണ് ഒരു പന്നിനെ നേരിട്ടാണ് അല്ലേ അല്ലേ ഇതാ ഈ പന്നിക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ നോക്ക് പന്നിന്റെ കൂട് അത് ചളിയെന്നാ വന്ന് പന്നിയുടെ ചെളിയിലല്ലേ കിടക്ക അറിയില്ല അത് ചോദിച്ച കേട്ടോ തോന്നുന്നു രണ്ടു വെട്ടി കേട്ടോ മാറുന്നാളാ ആ ചെളിയൊക്കെ ചിലപ്പോ തെറിപ്പിക്കട്ടോ തല്ലാൻ വേണ്ടിയായിട്ട് ഉണ്ടാക്കാണോ അവിടെ മാറുന്നാളാ കടന്ന് അമ്മച്ചിമാരെ നോക്കട്ടെ നമുക്ക് വേറെ പന്നിനെ നോക്കാം ഈ പന്നി വേണ്ട ഇല്ല പന്നി ഇവിടെ ഉള്ളൂ ഇവിടെ കൊറേ സാധനം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും കാണാനല്ല അവിടെ കണ്ടോ ഇവിടെ ഉള്ളതിന്റെ ഒന്നും ഇതുവരെ ഷീപ്പില്ലേ ചെമ്മരിയാടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അതിനൊന്നും കാണാനല്ല നമുക്ക് മിക്കവാറും പുറത്തായിരിക്കും പോയേക്കാം പുറത്ത് തന്നെ അയച്ചു വിടും മനസ്സിലാ ഈ സാധനമാണ് ഓല അതിന്റെ ഉള്ളിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം ശരി ഇപ്പൊ ഞങ്ങളൊരു ഇതെന്താ സ്ഥലം ഒരു സാധനത്തിനെ കാണാൻ ഒരു വെയിലത്ത് കൂടെ നടന്നു പോവാണ് സാധനത്തിന്റെ പേരൊക്കെ എനിക്കറിയില്ല അറിയില്ല നീളല്ല ഒരു തല ഉണ്ട് വേറെ ഒന്നും എനിക്ക് മനസ്സിലായില്ല അതിന് മുന്നേ ഇതെന്താ സാധനം ഇതെന്താണ് ഈ സാധനാണ് സാധനാണെന്ത് ഇതെന്താ ഇപ്പൊ നല്ല കാറ്റടിക്കണ്ടല്ലോ എന്താ സാധനം കഴുതന്റെ ലുക്ക് കഴുതല്ല ഇതെന്നാല് ഇത് കഴുതയാണോ ഇല്ലേ കഴുതന്റെ ലുക്ക് ഇല്ലേ അപ്പൊ ഇത് കഴുതയാണോ സോറി അല്ല ഇത് കഴുതല്ല പിന്നെ അത് കഴുതയാണല്ലോ പറയോ ഉറപ്പിച്ചോ പോണി എന്ന് പറയുന്ന സംഭവം ഉണ്ട് പോണി പറഞ്ഞാൽ കുതിര അല്ല കുതിരന്റെ ചെറുത് കുതിരനെ പോലെ ചെറുതായിട്ടുള്ള സാധനല്ലേ അറിയില്ലേ പോണി എടി യൂണിക്കോൺ ഒക്കെ അല്ലേ യൂണിക്കോണിന്റെ തല എങ്ങനെയല്ലോ യൂണിക്കോണിന്റെ തല വേറെ ആണല്ലോ എന്താ യൂണിക്കോണൊക്കെ ഉണ്ടോ കണ്ടല്ലേ യൂണിക്കോണ്ടോ ആ പിന്നെ യൂണിക്കോൺ ശരിക്കുള്ള ചിറകൊക്കെ യൂണിക്കോൺ ഉണ്ട് പിന്നെ പറന്നൊക്കെ അവിടെ പിന്നെ യൂണിക്കോണിന്റെ ചിറകില്ലേ കണ്ടിട്ടില്ലേ ശരിക്കുള്ളതാണോ വെറുതെ അതൊക്കെ കാർട്ടൂൺ അല്ലേ തള്ളടി ഇതിന്റെ പേരെന്താ കഴുതയാണോ ആ കഴുതായിരിക്കും ചോദിച്ചേക്കാം എന്റെ കൂട്ടല്ലേ അപ്പൊ ഇതാണ് എല്ലാരും ഇമ്മയൊക്കെ പറയണേ നമ്മളെ കഴുതാന്ന് വിളിച്ചണേ സാധനം കഴുതല്ല ഇതാണ് പോണി ഓക്കെ പോണിയെങ്കിൽ പോണി അവിടൊക്കെ നോക്കി എന്ത് ഭംഗിയില്ലേ കാണാന് എന്ത് രസം അതുപോലെ വീടാ ഓ അവിടെ എങ്ങനെ എല്ലാരും കേറിക്കുക സ്ഥലമല്ലല്ലോ
ആൾക്കാർ കയറും. അതൊക്കെ ഇനി ഇതിന് അഞ്ചുടുക്ക തല വലുതുള്ള ഇതാണ് അടുത്ത സാധനം. ഇത് പ്ലീസ് ഡു നോട്ട് ഫീഡ് അസ്. ഞങ്ങൾ ആർക്കും ഭക്ഷണം കൊടുക്കാൻ പോണില്ല. ഇതെന്ത് സിനിമ കഴിച്ചങ്ങനെ അതിന്റെ മുടി നോക്കാ മറ്റേ ചുരുണ്ടിട്ട്. ഈ സാധനം വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ല തുപ്പുന്നത്. ആണോ? ആൾക്കാരെ അതിന്റെ സ്കിൻ നോക്കാ. എന്താ സംഭവം സ്കിന്ന്? സ്കിന്നല്ലടി അതിന്റെ രോമം വെട്ടിക്കളഞ്ഞതാണോ? ഓ അതാണത്. കണ്ടോ? ആ കണ്ടോ, ഇങ്ങനെ എന്തോ പാട് പോലെ. ആ അത് എന്റെ രോമം മറ്റേ ട്രിമ്മർ വെച്ച് വെട്ടിക്കളഞ്ഞത്. അന്ന വെട്ടിയോ? വെട്ടി. അന്ന വെട്ടിയോ? ആ വെള്ളന്റെ വെട്ടിയത് നമുക്ക് ശരിക്കും അറിയണ്ടല്ലോ. കറുപ്പായിട്ടാണ് തോന്നുന്നത്. വീഡിയോയിലൊക്കെ എന്ത് രസമൊക്കെ ഈ വീഡിയോയിലൊക്കെ ചാടല്ലേ ഞാൻ കാണാനാ. ചീത്ത കേൾപ്പിക്കല്ലേ ചിങ്ങട്ട് ഇറങ്ങിക്ക. അതിപ്പോ നമ്മളിവിടെ നിന്ന് ഇറക്കി വിടും. ഓൽക്കറിയാം നമ്മളെ വീഡിയോയിലാണ്. നോക്കി അങ്ങോട്ട് വാടാ. തുപ്പിട്ടോ സിനോ? അതിന്റെ തൊള്ളിയിൽ എന്തേക്കാരം അങ്ങനെ ചവച്ചോണ്ടൊക്കെയാണ് ഇപ്പൊ തിന്ന സാധനങ്ങളൊക്കെ. തുപ്പോ? 3 ആളേ ഉള്ളൂ അല്ലേ? ബാക്കി ഇവിടെ പോയി തീനുള്ളൂ. ചിലപ്പോ ആ കൂട്ടിലുണ്ടെങ്കിലോ കുറച്ചുകൂടെ വെയിലായതുകൊണ്ട് കേറി നോക്കാറല്ലേ. ഇപ്പൊ ഇവിടെ നല്ല വെയിലാട്ടോ. പക്ഷെ കണ്ടില്ലേ വെയിലായോണ്ടല്ലോ വെയിലത്ത് തിന്നാതെ തണലത്തൊന്നും കൊറച്ച് ചൂടുള്ളൂ. പക്ഷെ നല്ല തണുപ്പുണ്ട്, കാറ്റാണ്. കഴുത്ത് നടക്കണ്ടാവല്ലേ ഇങ്ങനെ താഴത്തേക്ക് നോക്കിട്ട്. ഇതിപ്പോ മോള് താഴത്ത് നോക്കിട്ടോ? അത് വേണ്ടോ? ഇങ്ങനെ താഴത്ത് നോക്കിയില്ല തിന്നണേ, അടുക്കൂലേ? അതുകൊണ്ട് കൊറേ നേരം തല നോക്കി വെക്കണേ. അടുത്താണോ? അതിന്റെ തല നോക്കിയാണോ? കമ്മലൊക്കെ ഉണ്ടോ? നോക്കണ കൂടി ഇല്ല. എനിക്ക് പോയി നോക്കാം. പിന്നെ നോക്കിയാലോ? എനിക്ക് ആടുണ്ട് 2 ആൾക്കാര്. എനിക്ക് അത് മതി ട്ടോ. ബൈ. പോയി സമാധാനം. നമ്മള് പോകുമ്പോ നോക്കണൊക്കെ മുണ്ടല്ല. ഞങ്ങട്ട് എന്താ അതാ ആട് കണ്ടോ? ആടുകൾ അവിടെ വെച്ചിക്കണേ. ഓ ഞങ്ങൾ അവിടെ പോയപ്പം അവിടെ പോയപ്പോ ആടിനെ കണ്ടില്ല. അപ്പൊ എന്താ ആടിനെ ഇവിടെ മേയ്ക്കാൻ വിട്ടായിരുന്നു. പുറത്ത് വിട്ടതാണ്. നല്ല കാറ്റുണ്ട്. അപ്പൊ കാറ്റ് കാരണം സൗണ്ട് കേൾക്കാൻ കുറച്ച് പ്രശ്നം ഉണ്ടാവുമായിരിക്കും. എന്റെ തൊപ്പി പറഞ്ഞിട്ടുണ്ട്. വെയിലാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ തൊപ്പിട്ടത്. നല്ല വെയിലുണ്ട്. എനിക്ക് തൊപ്പിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൊപ്പിട്ടില്ല. എനിക്ക് തൊപ്പിയുള്ളതുകൊണ്ട് ഞാൻ തൊപ്പിട്ടു. ദേ ആട് ആട് അവിടെ എന്താ പോട്? ട്രെയിൻ പോകുന്നു. എന്താണ് ആ വാക്കൊക്കെ കിട്ടാൻ പാടാ? ഇടക്ക് ഇങ്ങനെ ഏത് വാക്കാണെങ്കിലും കിട്ടാൻ ഭയങ്കര പാടേക്കാരം. എന്താ എക്സാമ്പിൾ പറയാ? ചോക്ലേറ്റ് ഒന്നും കിട്ടാൻ പാടില്ല. അത് നമ്മള് നിത്യജീവിതത്തിലുള്ളൊരു സാധനം. ട്രെയിന് നിത്യജീവിതത്തിലില്ലാത്തൊരു സാധനം. ആടേ ഇതിന്റെ രോമൊക്കെ എല്ലാരും പറിച്ചാളി. ഇതിന്റെ രോമം ഉണ്ട്. ഇതിന്റെ രോമൊക്കെ വെട്ടി കളയുന്ന ആണല്ലേ? ഇതിന്റെ രോമൊക്കെ എടുത്തിട്ടാണ് നമ്മള് ചാക്കരൊക്കെ ഉണ്ടാക്കല്. എനിക്കറിയാം. അപ്പൊ വെട്ടും. ഒരാൾ കുറച്ചേലും വേണ്ടേ കാണുമ്പോ? ഏക്ക് തോത്തി വേണ്ട. 1 2 3 4 5 6 7. ഷോക്ക് അടിക്കണില്ലല്ലോ. 3 6 ഞാൻ എണ്ണുമ്പോ 8 ഉണ്ട്. 1 2 3 4 5 6 7 8 ഉണ്ടല്ലോ. ആരും പറഞ്ഞ എണ്ണാണെന്ന്? ഞാനൊന്നും അല്ല. മരത്തിന്റെ കഷ്ണം ഇട്ട് മരത്തിന്റെ കഷ്ണം അത് ഇവിടുന്ന് ചാടിയത് കാരം മരത്തുമെന്ന്. ഈ മരത്തുമ്മന്റെ സോറി ഞാൻ കണ്ടില്ല. ചെലപ്പോ ഓൽക്ക് അങ്ങനെ വേണേക്കാരം. എന്താ ലൈൻ കമ്മിമേ? ഞാൻ കണ്ടില്ല. എവിടെ 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 ലൈൻ കമ്മി കാണുന്നുണ്ടോ? ഓക്കേ. കുരുവിയാ? അല്ല, കിളി. പോവാ. അതല്ലേ ആടുകളേക്കും പറയണം. അപ്പൊ ഒന്ന് പോയി തരും. നമ്മളെ അടുത്തായിട്ടാ പോണേ. ഇനി അടുത്തത് ഇവിടെ കുതിര ഉണ്ട്. ഇനി കുതിര കുതിരകള് നമ്മൾ വന്ന സ്ഥലത്താണ്. നമുക്ക് ഈ വഴി ഇങ്ങനെ പോകാം. വഴി നല്ല രസം. എന്താ പോണേ? 5 6 7 8 10 എണ്ണം ഉണ്ടടി ഇവിടെ. എന്ത്
ഇതാ എവിടെ നോക്കിതാ 3-2 ഇവിടെ മറിഞ്ഞൊക്കെ നമ്മള് രണ്ട് എന്തിനാ കണ്ടില്ല. ആടെ എന്തായി തിന്നണ? ഇവിടെ പുല്ലൊന്നുമില്ലല്ലോ. കമ്പോ തല കാണിച്ചു കൊടുക്കോ? തലല്ലേ? ഹലോ ഇതാ നോക്കണ്ടല്ലോ. നോക്കണ്ടോ? ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോട് പറയൂ, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം പറയൂ. ആടെ ഈ ആട് പറഞ്ഞേ. ആടിന് വെള്ളം കുടിക്കാൻ വെള്ളം ഞങ്ങള് ആടിന് വെള്ളം കുതിര എങ്ങനെ വിധിക്ക് നോക്കിട്ട് പറ. ഞാൻ കുതിരനെ നോക്കണേ. കുതിരന്റെ സൗണ്ട് ഇട്ടു. കുതിരനെ കാണാല്ല. കുതിരനെ കൊണ്ടുപോയിട്ടോ. കുതിരനായിട്ട് നേരം വൈകാണ്. ഞങ്ങൾ രാവിലെ ഇറങ്ങാന്ന് വിചാരിച്ചായിരുന്നു. ഞങ്ങൾ എല്ലാ വീഡിയോയിലും സ്ഥിരം പറയുന്ന പോലെ തന്നെ ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങാന്നൊക്കെ വിചാരിക്കും. പക്ഷെ നടക്കൂല. എനിക്ക് വെള്ളം വേണം. വെള്ളം തരാം. അങ്ങോട്ട് ബാ. നമുക്ക് അവിടെ ഇരുന്ന് പിടിച്ചാ. ബാ. ആപ്പിൾ വേണോ നമുക്ക്? വിശക്കാൻ തുടങ്ങിയാണ്. ഞാൻ കണ്ടില്ല. സോറി. ആണോ കുതിര വെച്ചുണ്ടാക്കണുണ്ടോ? എണീക്ക്. സോറി. ഇപ്പുറത്തെ സൈഡ് ഇതിലല്ല. പിന്നെ കുതിര നോക്കണ തന്നെ. ആ കുതിര എന്നെ വിളിച്ചിട്ടുണ്ട്. ആ കുതിര എന്നെ വിളിച്ചില്ല. ആ കുതിര എന്നോട് ഇങ്ങോട്ട് വരലേന്ന് പറയണം. ഇങ്ങോട്ടോ. ആ കുതിരന്റെ ഒക്കെ മേത്ത് എന്തിട്ടാണ്? അത് വെയിൽ കൊള്ളുമ്പോ ഇതാവായിരിക്കാൻ വേണ്ടി വെച്ചതാ. ആണോ? എത്ര ഉണ്ട്? 1 2 3 4 കുതിരണ്ട്. 4 കുതിരണ്ട്. ഇവിടെ കൊറേ ഉണ്ട് കേട്ടോ. 10-15 കുതിരണ്ട്. മേഘം കാണാൻ നല്ല ഭംഗി. ഇന്ന് വിളിച്ചിട്ടുണ്ട്. വിളിച്ചല്ല കണ്ടിട്ട് നമ്മള് പേട്ട പോണേ. നമ്മള് ഇതിലേ ഇങ്ങനെ ചുറ്റി പോയിട്ട് അവിടെ തന്നെ എത്തും. നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തും. എന്തായാലും ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ? എന്താ പറയാ, ഫുള്ള് പ്രകൃതി ഭംഗിയാണ് അല്ലേ? അല്ലേ മൊത്തം ആൾക്കാരെ ഇവിടെ നല്ല രസമാണ് കാണാന്. നല്ല ഭംഗിയാണ്. സ്ഥലം കാണാൻ എനിക്ക് ഇഷ്ടമായിട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ മരങ്ങളൊക്കെ നട്ട ആളെ പേര്. ആലോചിച്ചോക്കാ, ഞങ്ങൾക്ക് മരങ്ങളൊക്കെ നട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തല്ലേ. ഇതാ ഈ മരത്തിന്റെ ചോട്ടിലും. ഇവിടെ നോക്ക്, ഇവിടെ എന്താ? ഇതെന്താ അറിയില്ല. ഓരോ അസ്ഥി കൂടൊക്കെയാണ്. മറ്റേ പൊടിയൊക്കെ ഉള്ളതാണെങ്കിലോ. കൂടോത്രൊക്കെ കാര്യം നമുക്ക് പോവാ. ഓലെടുത്ത് അവിടെ ഇരിക്കണേ. ആപ്പിള് വെള്ളം കഴിക്കാണ് ഇവിടെ ഇരുന്നിട്ട്. ഞാൻ 2 എടുത്താണ്. മറ്റേ കൂടെ എടുക്കാൻ നിന്ന്, പിന്നെ സ്ഥലം ഇല്ലാത്തോണ്ട് എടുത്തില്ല. ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം ഇരുന്നു. ഇവിടെ നല്ല കാറ്റ്, നല്ല സുഖം. അപ്പം ഞങ്ങൾ ആപ്പിൾ ഉണ്ടായിന്, ആപ്പിളും വെള്ളവും കുടിച്ച്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. സീരിയസ് ആണേ. എന്തൊക്കെ ആദ്യത്തെ കാര്യം ഇവക്ക് ഇൻസ്റ്റയില് 30K കഴിഞ്ഞിട്ടുണ്ട്. 30K ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും താങ്ക് യു. അപ്പം എല്ലാവരും എന്നെ ഫോളോ ചെയ്യണം. മാതിരി തന്നെ ഫോളോ ചെയ്യണം. അപ്പം എല്ലാവരും ഫോളോ ചെയ്യണം പ്ലീസ്. ഗ്രൂപ്പിലാണല്ലോ വിളിക്കണേ. കുക്കിംഗ് ഇല്ല, ഇന്ന് നമ്മള് വേറെ വ്ളോഗാ. ഇന്ന് അത്തീന്റെ അല്ലീനൊക്കെ വ്ളോഗാട്ടോ. അതാണ് കുഞ്ചുണ്ണി, അതാണ് അത്തി, അതാണ് അല്ലി. വീട്ടിൽ നിന്ന് ഒരു കോള് വന്നു. അപ്പൊ കഴിഞ്ഞു. നമ്മൾ എന്താ പറയുന്നേ? യൂട്യൂബില് 2500 സബ്സ്ക്രൈബേഴ്സ്. താങ്ക് യു. പിന്നെ ഞങ്ങള് 2000 കഴിഞ്ഞപ്പം കേക്ക് മുറിച്ചാന്നൊക്കെ വിചാരിച്ചു. പിന്നെ എല്ലാത്തിനും കേക്ക് മുറിച്ച് ഓവർ ആക്കണ്ടല്ലോ എന്ന് ഞങ്ങള് കേക്ക് മുറിക്കണില്ല. ഞങ്ങള് കുറച്ച് ഒരു എത്ര ആയിട്ടാ 5 കേക്ക് ഞങ്ങളൊരു വലിയ കേക്ക് മുറിച്ചു. ഒരു വലിയ ഗ്രാൻഡ് പരിപാടി. തൽക്കാലം പാപ്പിളൊന്ന് വിശക്കുണ്ട്. കുറച്ചു നേരം ഇപ്പൊ നടന്നതല്ലേ, അപ്പൊ വിശക്കുക. കുറെ ആൾക്കാർ നിങ്ങൾക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് കിട്ടോ, വീഡിയോ കൊള്ളാം, നന്നായിട്ടുണ്ട്, ഇങ്ങനെ പോണം അതൊക്കെ പറയുന്ന കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് പിന്നെയും ഇടാന് കമന്റ് കാണുമ്പോഴൊക്കെ നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ തന്നെ മറ്റേ കുക്കിംഗ് വ്ളോഗ് സെക്കൻഡ് പാർട്ട് ഇടാൻ ഞങ്ങൾക്ക് അത് ലോങ് ഞങ്ങൾ കുറേ അതിൽ പറയുന്നുണ്ട്. അപ്പൊ അത് കട്ട് ചെയ്തിട്ടുണ്ടേ കുറേ ടൈം എടുത്തു. ഞാൻ ടോട്ടൽ വീഡിയോ അത് 1.5-2 മണിക്കൂർ എന്തോ ടോട്ടൽ ഉണ്ട്. അതാണ് കട്ട് ചെയ്തു ഞങ്ങൾ 1/2 മണിക്കൂർ ആക്കി കുറച്ചത്.
നിങ്ങളെ ബോറടിപ്പിക്കരുതല്ലോ. അതുകൊണ്ട് കുറെ കട്ട് ചെയ്തോണ്ട് കുറെ കട്ട് ചെയ്തു. ഞങ്ങള് കണ്ടു തീരാൻ എന്തോ ഒരു മണിക്കൂർ എടുത്തു അറിയോ. അത് എഡിറ്റ് ചെയ്യാൻ കുറെ ടൈം എടുത്തു. അപ്പൊ അത് സോറി, ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഇടായിരുന്നു, പക്ഷെ നടന്നില്ല. സോറി. പിന്നെ എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചിരുന്നു ഇൻസ്റ്റയില്, സനാഷറിനും. ഓള് കൊറേ പറഞ്ഞു ഓളങ്ങനെ വ്ളോഗ് കാണലുണ്ട്, ഇമ്മമ്മാന്റെ എപ്പോഴാ കാണല് പറഞ്ഞു, ഉമ്മമ്മയും കാണലുണ്ട് എന്നൊക്കെ പറഞ്ഞു. താങ്ക് യു സനാഷർ. ഫിദന്റെ അമ്മ വ്ളോഗാണ് അയച്ചിരുന്നത്. ഫിദന്റെ അമ്മ അയച്ചത് കാണുമ്പോ രസം. എല്ലാരും കാണുന്നുണ്ടോന്ന് അറിയുമ്പോ ഒരു സുഖം. പിന്നെ ഞങ്ങൾ ഇപ്പൊ ഞങ്ങളെ വ്ളോഗിൽ ഞങ്ങളെ വീഡിയോ കാണിച്ചിരുന്നില്ല, അതാണ് ഞങ്ങൾ അത്തിയും അല്ലിയൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളെ പ്രൊമോട്ട് ചെയ്ത ആൾക്കാരാണ്. അത്തിയിൽ വരുമ്പോൾ താത്താന്റെ കുട്ടികളാട്ടോ. ഇനിയുണ്ട് മറ്റൊരു കൂടി പറഞ്ഞില്ല, ഇനി കൊല്ലു അതൊക്കെ. അത്തി, അല്ലി, ലൂമി, അയിനു, കുഞ്ചുണ്ണി, കുട്ടാപ്പി. കുഞ്ചുണ്ണി കുട്ടാപ്പി ചെറുതാണ്, മറ്റേ കുറച്ച് വലുതായി. 7 ആൾക്കാരാട്ടോ. അത്തി അല്ലിയാണ് ഞങ്ങളെ ആദ്യം ഞങ്ങളെ യൂട്യൂബ് ചാനൽ ഫുള്ള് പ്രൊമോട്ട് ചെയ്തത്. സ്കൂളിൽ എല്ലാവരുടെ യൂട്യൂബ് ചാനൽ ഉണ്ട് പറഞ്ഞാണ്ട് ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പെട്ടോ. ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ അങ്ങനെ കാണാൻ ആൾക്കാർ അതിന് ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടില്ല, ഇനി ഷോർട്സ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അല്ല ഷോർട്സ് അല്ല, ഞങ്ങൾ ഇപ്പച്ചക്ക് സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ തൊട്ട് ഓർമ്മല്ലേ, ആ വീഡിയോ ആയിട്ട് ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അത്തി അല്ലിയൊക്കെ. എന്താ അത്തിനോടല്ലേ എന്താ പറയാ, മേക്കപ്പ് ബോക്സ് കഴിഞ്ഞില്ല. ഞങ്ങൾ പോയി കുതിരനെ കാണണം. കുതിരനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് റീൽ എടുക്കണം, ഫോട്ടോസ് എടുക്കണം. പോവാം. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോ ഞങ്ങൾ ഈ കുളം കണ്ടില്ല. എന്തുകൊണ്ട്? കുളം കണ്ടിരുന്നു? ഞാൻ കണ്ടില്ല. അയക്കാണ്ട് തോന്നുന്നു. ഓ തടുക്കട്ട്. ജാക്കറ്റ് എടുത്തില്ലല്ലോ. അതല്ല അതിന്റെ മേലിട്ടേ. അപ്പുറത്തൊക്കെ ഒരു ചെറിയ പെൺകുട്ടിയെ കുതിരനെ പിടിച്ചിരുന്നു. അതിന്റെ രണ്ടാമത്തെ കുതിര. നല്ല രസല്ലേ? എനിക്ക് ആ കുട്ടിനെ കാണാൻ അങ്ങനെ ഇഷ്ടായി. അത് ചിരിക്കണുണ്ട് പാവം. അതിന്റെ കാലൊക്കെ നോക്കിയാ ഞാൻ യൂണിക്കോൺ മറ്റേ യൂണിക്കോൺ അക്കാഡമി ആ ഇതില് കണ്ടില്ല ഇങ്ങനത്തെ കുതിരനൊക്കെ. കുതിരല്ല, അത് യൂണിക്കോൺ ആണ്, പക്ഷെ ഇതേപോലെ തന്നെ കണ്ടീന്. ഇനി ഇവരെ ഇതിനെ അവിടെ കൊണ്ട് കെട്ടിയിട്ട് കെട്ടില്ല, അതിനെ കൊണ്ട് അവിടെ വെച്ചിട്ട് അവിടെ തിരിച്ചുകൊണ്ടുവരും. നമ്മളവിടെ കണ്ട കുതിര. രണ്ടാമത്തെ കുതിരന്റെ പേത്ത് മറ്റേ സാധനമല്ലല്ലോ, മറ്റേ പൊതക്കണ സാധനം. കോമഡി ആണ്. കളിയാക്കാൻ ഞാൻ ചിരിച്ചു, അറിയില്ലേ? നല്ല രസമുണ്ട്. ഞാൻ അങ്ങനെ നടക്കട്ടോ. നല്ല രസല്ലേ? ഇതിപ്പോ ഈ വഴി നേരെ നമ്മൾ വന്നവിടത്തേക്ക് എത്തും. കാല് ചെറുതായിട്ട് ബാക്ക് ഇവിടെ ഇങ്ങനെ വേനിക്കുണ്ട്. വേനിച്ചിങ്ങനെ ചെറുതായിട്ട് കേട്ടോ. ഇത്രയും നേരം ഇല്ലേനു. അങ്ങോട്ട് നോക്കാം, അവിടെ പ്രാവുണ്ടല്ലോ. അവിടെ എത്തി. ഇനി നമുക്ക് കുതിരന്റെ ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നാണ് എനിക്ക് തോന്നണേ. ആകാശമൊക്കെ എന്ത് രസാ. ചെറുപ്പിച്ചല്ലോ. നമുക്ക് കാര്യം കാണാം. എന്താണ് കുതിരനെ കെട്ടി? ആ കുതിരണ്ട്. അതിന്റെ കണ്ണ് കാണുന്നു. അവിടെ പറ്റൂല എന്നല്ല പറഞ്ഞേ. അവിടെ പണിയെടുക്കണ പെണ്ണും കുട്ടികളൊക്കെ ചെറിയ ചെറിയ കുട്ടികളല്ലേ. ഇതല്ലേ നമ്മള് വന്നേ. നമ്മുടെ ജാക്ക്. ഹലോ ജാക്ക്. ഹായ് ജാക്ക്. ഹായ് ജാക്ക്. ഹൗ ആർ യു? പേടി ഒട്ടുമില്ലല്ലേ? ഇത് കടിച്ചൊന്നൊരു ചെറിയൊരു പേടിയുണ്ട്. ഇത് നിക്കണ്ടല്ലോ, പാവുണ്ടല്ലോ. ജാക്കി. കയ്യങ്ങ് പോട്ടോ. കൈ വേണം.
നോക്കണ്ടേ പോട്ടെ മറ്റേ കുട്ടി നിൽക്കുന്നു ആ മറ്റേ കുട്ടിയിലെ പോവാ പറയ് പോടാ ബൈ ലവ് യു പറയ് അസ്സലാമു അലൈക്കും ഞാൻ പിടിക്കാം ആ ബാഗ് ഞാൻ പിടിക്കാന്നേ ഞാൻ പിടിക്കാം ഞാൻ പറയട്ടോ പിടിച്ചു പറയാ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഞാൻ വെറുതെ പറയണേ കാര്യാക്കുക. അപ്പൊ ഞങ്ങള് ഇവിടുത്തെ വിസിറ്റ് ചെയ്യേണ്ട നമ്മൾ ഇറങ്ങാണ്. കാണിച്ചോട്ടാ ഫെറിംഗ് കൺട്രീസ് ഫെറിംഗ് കൺട്രീസ് ഞങ്ങൾ പോവാണ് ഗായ്സ്. കൺട്രീസ് അല്ല കൺട്രി സെന്റർ ഫെറിംഗ് കൺട്രീസ് സെന്റർ ഞങ്ങൾ പോവാണ് പറയ് പോവാ. വണ്ടി വരുന്നു എവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോ പടക്കൂല പൈന് ഏത് ഇത് പടക്കും. സമയമായല്ലോ. സമയം എത്രയായി? സമയം 4:30 5 മണിക്ക് അടയ്ക്കാം. 5 മണിക്ക് അടക്കും. നമുക്കിത് പോണ്ടത് അവിടെ പർപ്പിൾ പൂവൊക്കെ ഫ്ലവേഴ്സ് ഒക്കെ ഇതും നോ എൻട്രി ആണ്. അത് ഇവിടെ അവിടെ എന്തൊരു ഭംഗിയോ. നമുക്ക് അങ്ങോട്ടാ പോണ്ടേ ബാ. ആ ചേച്ചി പോയ ആയിക്കൂടെ പോണ്ടേ? ആ വൈക്കാ പോണ്ടേ ബാ. ചേച്ചിയാ ചേട്ടനാ? ചേച്ചി പാമ്പൊക്കെ ഉണ്ടാവും നീതിച്ച്. അതായത് മുങ്ങി ചാവാൻ ചാൻസ് ഉണ്ട്, വെള്ളത്തിൽ ചാടരുത്, പിന്നെ വേറെ നീതിച്ചുണ്ട്. അടിപൊളി, നല്ല രസല്ലേ? ഇവിടെ നോക്കിയാ അപ്പൊ ഇവിടേക്ക് വന്നിക്കണം ജാദ്യം. ഇങ്ങോട്ട് ഈ ഭാഗത്ത് ഞാൻ ആദ്യമായിട്ടാ വരുന്നത്. പക്ഷെ എനിക്ക് അറിയാം ഇവിടെ എങ്ങനെ ഉണ്ടെന്നറിയാം. ഇവിടെ നല്ല രസമുണ്ടല്ലോ. ഇപ്പൊ കഴിച്ച് ഞങ്ങൾ ഇനി റീലും ഫോട്ടോസ് ഒക്കെ ഇടട്ടെ. അതെ ആദ്യം എടുക്കട്ടെ. ഇനി ഞങ്ങള് വരാൻ പോരാ. അതിന്റെ ഉള്ളിൽ എന്താ? അതിന്റെ ഉള്ളില് നേരത്തെ കണ്ട കുളമാണ്. ഓ അത് കിട്ടുണ്ടോ അതില്? ചെറുതായിട്ട് കുത്തനെ കാണുന്നുണ്ട്. വെള്ളത്തിൽ പോലെ അവിടെ ഏകദേശം മുങ്ങി പോകാൻ ചാൻസ് ഉണ്ടെന്ന് കേട്ടോ. ഇവിടെ നോ ഫിഷിംഗ് എന്ന് പറഞ്ഞാണ്. നോ ഫിഷിംഗ് പറഞ്ഞാണ്. ഇവിടെ ഞാനുണ്ട്. ഹലോ ഗൈസ്. പാറി അതിനകത്ത് വീഴട്ടോ. ആണോ? കൊടുത്തരൂല. ഇവിടെ എന്ത് രസോ. റീലെടുത്താലോ? നിങ്ങളിപ്പോ എന്താണ് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കഴിഞ്ഞു. ആകെ ചൊറിയണ്ടൊക്കെ ചൊറിഞ്ഞ ആകെ പ്രശ്നമായി. പൊങ്ങിയാണ്. അതിന്റെ ഇടയ്ക്ക് ചെരുപ്പ് പൊട്ടി. ഇപ്പൊ ഗൈസിന്റെ ചെരുപ്പിന് ഹീൽസ് ഇല്ലാത്ത ചെരുപ്പായിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ചെരുപ്പിന്റെ ഹീലേ പൊട്ടിയുള്ളൂ. ഇപ്പൊ രണ്ടിന്റെയും പറിച്ചെടുത്തു. ഇപ്പൊ ഹീൽസ് ഇല്ലാണ്ട് ഇപ്പൊ ഞാൻ ഹൈറ്റ് പറഞ്ഞു. ശരി, ഞാൻ ഇത്ര ഞാനേ ഹീല് പറഞ്ഞിട്ടോ ഗൈസ്. ഈ സ്ഥലത്ത് അടിപൊളിയാട്ടോ. ഇവിടെ ആകാശമൊക്കെ നോക്കൂ, നല്ല രസമുണ്ട് ഇവിടെ കാണാന്. റീൽസ് ഞങ്ങൾ ഇൻസ്റ്റയിൽ ഇടും, എല്ലാരും നോക്കണേ. ഇപ്പൊ വെയിലായതുകൊണ്ട് ഗൈസ് ഭയങ്കര മേലേക്ക് നോക്കാൻ പറ്റണില്ല. ഞങ്ങൾ ഇവിടുന്ന് പോവാൻ നിക്കാണ്. കഴിഞ്ഞു കൊയങ്ങി ഒരു ഭാഗത്തായി. ഇത് റീലല്ല നടന്നു. എനിക്ക് നടക്കാൻ വയ്ക്കൂലേ ഗൈസ്. ഇന്റെ നോക്കിയാ ഇവിടെ കടിച്ചല്ല ചൊറിയണ സാധനം പിടിച്ചു കേറി. ഇതാണോ? ഒരു സാധനം ഉണ്ട് ഇവിടെ. ഇമ്മേ ഞാൻ നീളം കുറഞ്ഞ്. ആരോ എന്റെ അടുത്ത് ഹൈറ്റ് ചോദിച്ചണ. ഞാൻ പറഞ്ഞ എന്താ
ഹൈറ്റ് എത്ര അറിയില്ല നമുക്ക് നോക്കാറുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം. ഞാൻ ഈ ചെടിന്റെ അത്ര ഉണ്ട്. ഈ ചെടി എത്ര ഉണ്ടെന്ന് പോലും നടക്കട്ടല്ലേ. സ്ഥലം പറഞ്ഞെടുത്തോളാം. നമ്മൾ നേരത്തെ കണ്ട ആകാശം തന്നെയല്ലേ? ഇവിടുന്നുണ്ട് വ്യൂ. അവിടെ വീടാള്. നമുക്കിനി അങ്ങോട്ട് പോണോ? തിരിച്ചു പോവാണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നാളെ ഞങ്ങളൊരു വ്ലോഗ് എടുക്കും. അതിൽ ഞങ്ങൾ കൂടാതെ വേറെ 2 ആൾക്കാരും കൂടെ ഉണ്ടാവും. അത് സർപ്രൈസ് ആണ്, ആർക്കും പറഞ്ഞിടത്തില്ല. നമുക്ക് ആ വീഡിയോയിൽ കാണാം. നമ്മള് ഈ സ്ഥലത്ത് നിന്ന് പോവാണ് ഗായ്സ്. ഇവിടെ നിന്നാണെങ്കിൽ എന്റെ ചെരുപ്പ് പൊട്ടി, ചൊറിയൻ്റെ എന്നെ ചൊറിഞ്ഞു, തൊപ്പി പാറി പോവാണ്. പിന്നെ വെയിലായതുകൊണ്ട് തൊപ്പി ഇടാതെക്കാനും പറ്റണില്ല. അവിടെ ക്ലാസ് ഇല്ലേ? എനിക്ക് ക്ലാസ് ഞാൻ ഉണ്ടില്ലല്ലോ. ഹായ് ഹായ്, എന്ത് നല്ല രസമുള്ള നമ്മളെ കാരവാന്റെ പാർക്കിംഗ് ആണ് കണ്ടോ? അത് എന്റെ ചെരുപ്പ് എന്റെ ചെരുപ്പിന്റെ ഹീല് പോയി. കാലങ്ങ് പൊക്കി ചേർന്നാ പോരെ? എനിക്ക് കാല് കാണുമ്പോ സങ്കടാവുക. പക്ഷെ ഇടാൻ സുഖം കിട്ടോ, ഹീലില്ലാത്തോണ്ട്. നടക്കാനോ ഓടാനൊക്കെ നല്ല സുഖല്ലേ? അല്ലെങ്കിൽ നടക്കുമ്പോ ഒച്ച ഉണ്ടാവും. ഇനി ഞങ്ങള് നേരത്തെ നടന്നു വന്ന വഴി. ഓ മൈ ഗോഡ്, ഇനി ഞങ്ങള് എവിടെ പോണ്? വിശക്കാൻ തുടങ്ങി. വിശക്കാൻ തുടങ്ങി. എനിക്ക് വിശന്ന് കൊയങ്ങാൻ തുടങ്ങി. റെസ്റ്റ് വേണോ? റെസ്റ്റ് വേണോ നമുക്ക്? ഞാൻ കൊയങ്ങി ഗൈസ്. എന്താണ് ഇന്നാണ് ഒരു ജീപ്പ് വരുന്നുണ്ട്. ഇത് നമുക്ക് നടക്കാനുള്ള വഴിയാണ്. കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടോ? നാട്ടിലുണ്ട് ഇങ്ങനെ. ഈ റോഡിൽ തന്നെ ഇങ്ങനെ നടക്കാനുള്ള വഴിയുണ്ടോ? ഇതിന്റെ അപ്പുറം നടക്കാൻ പാടില്ല റോഡിലാണെങ്കിൽ. നാട്ടിലാണെങ്കിൽ ബൈ സ്വീറ്റ് ഹാർട്ട്. അത് ആ മറ്റേ ആളല്ലേ? അറിയില്ല, അപ്പൂപ്പനല്ല, ഇത് വേറെ അപ്പൂപ്പനാ. വേറെ അപ്പൂപ്പനാ? നേരത്തെ എന്നോട് മറ്റേ ഔട്ട്ഫിറ്റ് രസമുണ്ടെന്ന് പറഞ്ഞ അപ്പൂപ്പനാ. ഞാൻ വിചാരിച്ച ആ അപ്പൂപ്പനാ. ഞാൻ അപ്പൂപ്പനല്ല, ഇത് വേറെ അപ്പൂപ്പനാ. എന്തായാലും ഇന്നെ സ്വീറ്റ് ഹാർട്ട് പറഞ്ഞു. ചെരുപ്പ് അടിപൊളി. പിന്നെ കളിയാക്കരുത്. പിന്നെ ഞാൻ ഇങ്ങനല്ല, ഞാൻ പിന്നെ എങ്ങനെ നടക്കാനോ? എന്താണ് മറ്റേ ചെക്കനോട് അലോ? എന്താ ജീവിതം ആസ്വദിക്കാനുള്ളതുണ്ട്, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അല്ലെങ്കിൽ അത് വാർദ്ധക്യം കൊണ്ടുപോകും. ശുഭദിനം. ശുഭദിനം. ഹനാന്റെ അനിയൻ എന്റെ ഇച്ചു ചെയ്തില്ലേ ശുഭദിനം മറ്റേ മുട്ടടിച്ച്. ഇവിടെ കാണാൻ ഭയങ്കര രസമുണ്ട്. ഇവിടെ വീടൊക്കെ, ഇവിടുത്തെ വീടും സെയിം, ഇവിടുത്തെ വീടും സെയിം. എന്താ പറയാ, ഒക്കെ ഒരേ പാറ്റേൺ പോലെ അല്ലേ? നല്ല ഭംഗിയാണ്. എല്ലാ വീട്ടിലും ഗാർഡനും, പിന്നെ എന്താ പറയാ, കുറച്ച് വണ്ടിയും. മിക്ക വീട്ടിലും കാരവാൻ ഉണ്ട്. ഇതേപോലെ ഒരു വെക്കേഷനൊക്കെ സാധനമൊക്കെ വെള്ളമൊക്കെ സെറ്റാക്കി പോകും. എല്ലാ വീടും ഇവിടൊക്കെ നോക്കാം. ഗാർഡനിലൊക്കെ നോക്കാം, മൊത്തം പൂവാള്. എന്ത് ഭംഗിയാ കാണാന്. എല്ലായിടത്തും ഉണ്ടല്ലോ വെള്ളപ്പൂ. ഇതാ ഇവിടെ വെള്ളപ്പൂണ്ട്. പൂപ്പനൊക്കെ ചീത്ത അറിയും. ഉപ്പൻ അപ്പുറത്ത് വിട്ടത്തെ കാക്കയാ. മഗ്ഡിയോ ഇവിടെയോ? ഇവിടെ നമുക്ക് മഗ്ഡിയപ്പണ്ടേ. ഇവിടെ എന്താ പാർക്കാ? ഞങ്ങള് ബസ് വരുന്ന കണ്ടു, പക്ഷെ കിട്ടിയില്ല. പിന്നെ ഇവിടെ ഒരു പാർക്ക് ഉണ്ട്. ഇവിടെ പാർക്കാണുള്ള രസം. ഇവിടെ കുട്ടികളെ കളിക്കുന്നുണ്ട്, കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങള് ഫെറിങ്ങിന്ന് പോവാണ്, ബസ് കയറി പോവാണ്.
ഞങ്ങളപ്പോൾ തിരിച്ച് ബസ്സിൽ കയറി. ഞാൻ ഫ്രണ്ട് സീറ്റിലിരുന്നു. ഫ്രണ്ടിൽ തന്നെ മുകളിൽ കേട്ടോ, മേളത്തെ ഫ്രണ്ടിലിരുന്നു. ഇനിയിപ്പം എനിക്ക് വിശക്കട്ടെ. എനിക്ക് വിശക്കണ്ട, നമുക്ക് അവിടെ പോയിട്ട് തന്നാം. അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് കഴിക്കും? വെള്ളം കുടിക്കും, കുറച്ച് മിഠായി, ചോക്ലേറ്റ് കൊടുത്തിരുന്ന രണ്ടും തോന്നും. ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഞങ്ങൾ സ്വന്തം ചിക്കൻ കടയിൽ പോയിട്ട് ഡെലിസ് പോയിട്ട് ഞങ്ങൾ ചിക്കൻ ആ എന്താ പച്ചട്ട് ബസ് എടുത്താ ഈ മരൊക്കെ തട്ടണ സൗണ്ട് കേൾക്കണം. വേറൊരു ബസ് 700. എന്തേ ബസ് ഭയങ്കര കുലുക്കാണല്ലോ നല്ല കുലുക്കാണല്ലേ. സാറിന് അത്ര കുലുക്കണ്ടാവില്ല. ഇത് ഇങ്ങനെ എടുത്തത് സ്പീഡിൽ ഇടാം. ബസ്സെല്ലാം കാണാൻ ഇവിടെ. അതാണ് നിങ്ങൾ പറഞ്ഞ അവിടെ വീട് ഇവിടെ വീട് എല്ലായിടത്തും ഓരോ കാറ്. ഒരു എന്താ പറയാ നല്ല ഭംഗിയാണ്. ഇതെന്താ കുഞ്ഞി ബസ്? നാടത്തെ ബസ്സായിട്ടല്ലോ. ഇങ്ങോട്ട് വന്നപ്പോ നല്ല ബസ് ആയിരുന്നു അല്ലേ? അടുത്ത ബസ് വരാനുണ്ട്. വീഡിയോയിൽ കാണാൻ നോക്ക്. നല്ല ഭംഗി കാണാന്. ചോക്ലേറ്റ് ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്. നല്ല രസം, എല്ലാം ടേസ്റ്റ് നോക്കണം. ഇതൊക്കെ ഞാൻ എഴുതിച്ചോട്ടോ അതിന്റെ മേലെ കൂടെ എവിടെ ഒക്കെ ഉണ്ട്. നല്ല രസമാട്ടോ, എനിക്ക് ഇഷ്ടമുള്ള സാധനം. നല്ല വിശപ്പുണ്ട്. ഇഷ്ടമാണ്. അതിന്റെ കാഡ്ബറി മാത്രമല്ല, നട്ട്സ് ഉള്ളത് ഏതാ ഇഷ്ടം? മറ്റേ കാഷ്യൂനട്ട് ഉള്ളത്, ഹേസൽനട്ട് ഉള്ളത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമായിട്ടോ, ഭയങ്കര ഇഷ്ടമായി. ഓറിയോന്റെ അവിടെ എത്തി. ഇവിടെ പേരൊന്നും എനിക്ക് അറിയില്ല. ഇവിടെ ബോർഡൊന്നും നോക്കാൻ പറ്റില്ലല്ലോ. ബോർഡുമ്പോ ഒന്നും സ്ഥലത്തിന്റെ പേരില്ല. ഇവിടെ ഏതോ ഒരു ബോർഡിന് പേരുണ്ട്, ഞാൻ കാണിച്ചതാ. എനിക്കറിയാം സ്ഥലത്തിന്റെ പേര് പറ. വായിക്കടി, ഹാർഡ്വെയറിന്റെ പേര് വായിക്കേ. എവിടെ? അവിടെ പോയി. ഇതെന്താ ഈ കണ്ട പേരെന്താ? ഗോറിങ്. എനിക്കറിയാം ഗോറിങ്. ഞങ്ങളപ്പം ഓർഡർ ചെയ്തു, ചിക്കൻ ഓർഡർ ചെയ്തു. ബസ് ഇറങ്ങുമ്പോ നല്ല ഞാൻ തിന്നായിട്ട് നടക്കാം. ഇത് പെട്ടി തുറച്ചോ? പെട്ടി അപ്പൊ എനിക്ക് വേറെ വേണ്ടല്ലേ? എനിക്ക് വേറെ വേണം. അതിനല്ല എന്ത് ഞാൻ വേഗം തിന്നണേ. ഞങ്ങള് ഇവിടെ ഫ്രണ്ട് കണ്ടില്ല. ഇവിടെ കൂടില്ലേ അപ്പൊ നമ്മൾ ബീച്ചെത്തി. അതാണ് ഇംഗ്ലണ്ടിന്റെ. ഓ ഞാൻ കണ്ടേണ് ഇംഗ്ലണ്ടിന്റെ കളിയിൽ അന്ന് ഇവിടെ ഇങ്ങനെ കൊടിന്റെ ചിഹ്നല്ലേ ഉണ്ടാവുക. ഇംഗ്ലണ്ട് ഏത് കളിയിൽ ആര് കളിച്ചാണ്ട്? എവിടോ കണ്ടുവിടാ. വേൾഡ് കപ്പിലാ? എനിക്കറിയില്ല. ഫുട്ബോളോ ക്രിക്കറ്റിലോ? ഫുട്ബോളില് അങ്ങനെ എങ്ങനെ കൊടി കണ്ടുവിടും. ഈ റൊണാൾഡോ ഏതാ? പോർച്ചുഗല്. എനിക്കറിയാം, പറഞ്ഞില്ലേ പോർച്ചുഗൽ ആണോന്ന്. എനിക്കറിയാം. ബാക്കി ചോദിക്കണല്ലോ, ബാക്കി ചോദിച്ച ആൾക്കാരെ തല്ലും. ഞാൻ എന്തിനാ കോർത്തിക്കണേ? ഞാൻ താങ്ക് യു പറഞ്ഞു. അല്ല എങ്ങോട്ടല്ല, നമുക്ക് ഇങ്ങോട്ടല്ല പോണ്ടേ? എന്ത് മണ്ടന്മാര്. ഇതിപ്പോ ഇക്കൂടേക്ക് പോവണ്ട്, ഷോർട്ട് കട്ടാണ്. പഠിച്ചാൽ ഇവിടെ ആകെ ഭിന്നൊക്കെയാണ്. ആര് തട്ടിക്കൊണ്ടുപോലായിരിക്കല്ലേ? ഇവിടെ മണക്കുണ്ട്. ആയിക്കൂടെ തന്നെ പോയാ മതി. UK ആണത്രേ. ഈ സൈഡ് ഞാൻ കണ്ടിട്ട്, ഞാൻ ഫസ്റ്റ് കാണത്. ഞാൻ കണ്ടിട്ടൊന്നുമല്ല, ഞാൻ അപ്പുറത്തൊരു വെളിച്ചം കണ്ടിട്ട് പോലെ കണ്ടോ. ഇതൊക്കെ എന്താ? ഇതൊക്കെ ഷോപ്പിന്റെ ഓരോ സൈഡ് ആയിക്കാറല്ലേ, അല്ലാതെ അങ്ങനെ വീടിന്റെ അടുത്തൊന്നും ഈ ഇങ്ങനെ ചപ്പൊന്നും ഉണ്ടാവില്ല. ഇത് ഏതോ ഷോപ്പുള്ള ബാക്ക് സൈഡാ. ഷോപ്പിന്റെ ഒക്കെ ബാക്ക് സൈഡ്. ഓ കാറ്റുണ്ട്, തണുക്കുണ്ട്. ഓ കുളിയൊന്നും ഇല്ലാത്തോണ്ടേ നേരത്തെ മൊത്തം കാറ്റേ വാങ്ങാറുണ്ടാള്. അല്ല ഇപ്പൊ ഒരു ചൂടല്ലേ ഇനിയോ, പിന്നെ ഒറ്റയടിക്ക് ഇങ്ങനെ കാറ്റ് വന്നപ്പം ദേ ചോക്ലേറ്റ്. ഓ
വേണ്ടപ്പോൾ എവിടെ എത്തി നോക്ക്. ഇപ്പം നമ്മൾ സൂപ്പർ ട്രക്ക് സൂപ്പർ ട്രക്ക് എത്തി. ഉണ്ടോ? ഇവിടെ നമ്മൾ ഇതിപ്പോൾ നമ്മളെ വേർത്തിങ് ടൗൺ എത്തിയില്ലേ? വേർത്തിങ് ടൗൺ എത്തി. ഇപ്പം നമ്മൾ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. വീട്ടിലോട്ടല്ല, അതിൻ്റെ ആദ്യം നമുക്ക് പോയി ചിക്കൻ വാങ്ങണം. യെസ്, ചിക്കൻ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകും. നമുക്ക് ചിക്കൻ വാങ്ങി. അപ്പം വീടെത്താനായി. ഇനി ഇവിടുന്ന് ഒരു വളവ് വളഞ്ഞ് ഞങ്ങൾ വീടെത്തും. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, ഞങ്ങൾ നിർത്താണ്. സൈനിങ് ഓഫ് അൻസലാൻ പ്രശ്നം. എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ് ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. ഞാൻ അങ്ങനെ പറയുമ്പോൾ അറിയാതെ അങ്ങനെ പറയുന്നുണ്ടല്ലേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങൾ ചാനൽ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ. എല്ലാവരോടും വീട്ടിലുള്ള എല്ലാവരും ഫോണിൻ്റെ എല്ലാത്തിനും സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണം. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണം. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.